ജവാൻ എത്ര വില ഇപ്പൊ? യഥാർത്ഥത്തിൽ വില കൂടിയതിനെ പറ്റി എനിക്കറിയത്തില്ല. ഇന്ന് പത്രത്തിൽ ഒരു വാർത്ത കണ്ടു. ഇത് സർക്കാരിന്റെ പൊതുവിലുള്ള ഒരു ഫൈനാൻഷ്യൽ മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട കാര്യമല്ല. സിവിൽ സപ്ലൈസ് സ്ഥാപനങ്ങളിൽ സാധനങ്ങൾ അവർ വാങ്ങുന്നത് പോലെ ബിവറേജ് കോർപ്പറേഷൻ അവർ വാങ്ങി വിൽക്കുന്നതാണ്. ഇപ്പൊ നമ്മള് സിവിൽ സപ്ലൈസിന്റെ കടയിൽ അല്ലെങ്കിൽ കൺസ്യൂമർ ഫെഡിൽ തേയിലയുടെ വില കൂടുന്നു, പഞ്ചാരയുടെ വില കൂടുന്നു, കുറയുന്നു എന്നുള്ളത് ഡേ ടു ഡേ നമ്മുടെ പൊതുകാര്യത്തിൽ അതൊരു വാണിജ്യപരമായ തീരുമാനമാണ്. അപ്പൊ നിങ്ങൾ കണ്ടതുപോലെ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാലും ഇക്കാര്യത്തിനകത്ത് ആളുകൾക്ക് കൺസേൺ ഉണ്ടാവും ഈ പ്രശ്നത്തെ സംബന്ധിച്ച്. എന്നാൽ പൊതുവിൽ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് വില കൂട്ടാത്ത സാധനങ്ങളിൽ ഒന്ന് മദ്യമല്ലേ. മദ്യം കൊടുക്കുന്നത് ഒരു ഉൽപാദകരാണ്. അവര് കൊടുക്കുന്നത് കാലാകാലങ്ങളിൽ അതിന് വില അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റ് കൂടുമ്പോൾ കൂട്ടി ചോദിക്കുമായിരിക്കും. എന്നാലും ഞാൻ പറയുന്നു, കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട് ഒരു വില നിൽക്കുന്ന ഒരു ഉൽപ്പന്നമാണിത്. വില കൂട്ടുന്നത് നമ്മളങ്ങനല്ല, നമ്മൾ ടാക്സ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറയാൻ കാരണം അതനുസരിച്ചിട്ട് വലിയ വരുമാനം കൂടുന്നില്ല. വില കൂടുന്നെങ്കിൽ നമ്മുടെ വരുമാനം കൂടുമല്ലോ. ഇത് ചെറിയ 10 രൂപ എന്നൊക്കെ പറയുന്നത് ഒരു ലിറ്റർ ബോട്ടിലിന് 10 രൂപ എന്നോ 20 രൂപ എന്നൊക്കെ പറഞ്ഞ് വളരെ ചെറിയൊരു അഡ്ജസ്റ്റ്മെന്റ് ആയിരിക്കണം.